ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, ഏതൊക്കെ ആപ്പാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഡൗട്ടുകൾ. അതേപോലെ തന്നെ എനിക്ക് പേഴ്സണലി കുറച്ച് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ച്വലി നമുക്ക് ട്രെയിൻ ടിക്കറ്റ് റിസർവേഷൻ ബുക്ക് ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആപ്പുകളുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് കൺഫേം ടിക്കറ്റ് എന്ന് പറയുന്ന ആപ്പാണ്. എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി ആ ഒരു ആപ്പാണ്. ഇപ്പോൾ റീഫണ്ടിനാണെങ്കിലും അല്ലാത്ത ഫെസിലിറ്റീസ് ഒക്കെ ആണെങ്കിലും കൺഫേം ടിക്കറ്റ് വഴി നമുക്ക് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് കൺഫേം ടിക്കറ്റ് അല്ലാതെ ഡയറക്റ്റ് IRCTC വഴിയും അതേപോലെ IRCTCയുടെ റെയിൽ വൺ എന്ന് പറഞ്ഞ ആപ്പ് വഴിയൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ IRCTC വഴി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം ഫീ ഒന്നും ഉണ്ടാവുന്നതായിരിക്കില്ല. പക്ഷേ കൺഫേം ടിക്കറ്റ് വഴി യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു പ്ലാറ്റ്ഫോം ഫീ അവർ പിടിക്കുന്നുണ്ടാവും. പിന്നെ വേറൊരു കാര്യം, ഇതൊരിക്കലും ഒരു സ്പോൺസർ വീഡിയോ അല്ല കേട്ടോ. അപ്പം നമുക്ക് കൺഫേം ടിക്കറ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നോക്കാം. പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് കൺഫേം ടിക്കറ്റ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ദേ നമ്മുടെ ആപ്പ് ഫ്രണ്ടിൽ കാണിക്കും. ഇതാണ് നമ്മുടെ ആപ്പ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ആപ്പിന്റെ ഇന്റർഫേസ് വരുന്നത്. ഞാൻ ഇതിനകത്തുനിന്ന് ട്രെയിൻ മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇതിനകത്ത് ഫ്ലൈറ്റും ബസ്സും ഹോട്ടൽസും ബുക്ക് ചെയ്യാം. പക്ഷെ ഞാൻ ഇതുവരെ ബുക്ക് ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ട്രെയിൻ ബുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് താഴോട്ട് നോക്കുകയാണെങ്കിൽ വാളറ്റ്, ട്രിപ്സ്, പ്രൊഫൈല്, സപ്പോർട്ട് അങ്ങനൊരു 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഹോം കൂടാതെ ഒരു 4 ഓപ്ഷൻസ്. അപ്പോൾ ഇതിനകത്ത് വാളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസലേഷൻ ആകുമ്പോഴത്തേക്കും ക്യാൻസലേഷൻ എമൗണ്ട് ഒരു ചെറിയ എമൗണ്ട് വാളറ്റിനകത്ത് വന്ന് കിടക്കുന്നതായിരിക്കും. ആ എമൗണ്ട് നമുക്ക് അടുത്ത ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്ത വരുന്ന ട്രിപ്സിലാണ്. ട്രിപ്സിൽ നമ്മൾ ബുക്ക് ചെയ്ത ടിക്കറ്റ്സ് അല്ലെ ക്യാൻസൽ ആയ ടിക്കറ്റ്സ്, നമ്മൾ ട്രാവൽ ചെയ്ത ടിക്കറ്റ്സ്, നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ട്രെയിൻസ്, അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആണ് ട്രിപ്സിൽ വന്ന് കിടക്കുന്നത്. പിന്നെ പ്രൊഫൈൽ വരുന്നത് പേര്, ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ, മെയിൽ ID, പിന്നെ IRCTC അക്കൗണ്ട് ആണെങ്കിൽ സേവ്ഡ് പാസഞ്ചേഴ്സിൻ്റെ നമ്മുടെ ആരുടെയൊക്കെ പേരും ഡീറ്റെയിൽസ് ആണോ സേവ് ചെയ്തേക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളാണ് പ്രൊഫൈൽസിൽ വരുന്നത്. അത് കഴിഞ്ഞ് സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുവാണെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സപ്പോർട്ട് കൊടുത്തേക്കുന്നത്. അടുത്ത ഇനി എങ്ങനെ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പം മേളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോർഡിംഗ് സ്റ്റേഷനും അതേപോലെ ഡിപ്പാർച്ചർ സ്റ്റേഷനും മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആദ്യം കൊടുത്തേക്കുന്നത് നമ്മൾ എവിടെ നിന്നാണോ ബോർഡ് ചെയ്യുന്നത്, എവിടെ നിന്നാണോ നമ്മൾ ട്രെയിൻ കയറുന്നത്, ആ സ്റ്റേഷൻ്റെ പേരാണ് ആദ്യം നമുക്ക് കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് എറണാകുളമാണ് നമ്മുടെ ബോർഡിംഗ് സ്റ്റേഷൻ വെക്കുന്നത്. നമ്മൾ എവിടെ നിന്നാണോ കയറാൻ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേഷൻ വെക്കുന്നത് എറണാകുളം ജംഗ്ഷനാണ്. അതേപോലെ തന്നെ എറണാകുളം സെർച്ച് ചെയ്യുമ്പോൾ ജംഗ്ഷനും ടൗണും കാണിക്കും. കുറേ സ്റ്റേഷൻസ് അങ്ങനെ കാണിക്കാറുണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രം നോർത്ത്, കൊച്ചുവേളി മാറിയിട്ട് ട്രിവാൻഡ്രം നോർത്ത് ആയിട്ടുണ്ട്. അങ്ങനെയൊക്കെ നോക്കാം. അപ്പം നോക്കിയിട്ട് വേണം നമുക്ക് നമ്മുടെ സ്റ്റേഷൻസ് സെലക്ട് ചെയ്യാനായിട്ട്. അതേപോലെ നമുക്ക് ഡെസ്റ്റിനേഷനായിട്ട് ബാംഗ്ലൂർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ താഴെ നമുക്ക് ഡേറ്റ്, ഏത് ഡേറ്റ് ആണോ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് 60 days വരെ അഡ്വാൻസ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്ന് നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ 60 ദിവസത്തിന് ശേഷം ഉള്ള ഡേറ്റ് നമുക്ക് സെലക്ട് ചെയ്ത് ബുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. 60 ദിവസം വരെയാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഡേറ്റ്സ് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഡേറ്റ് ഞാൻ ഫെബ്രുവരി 22 കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എത്ര സീറ്റ്സ്, ഏതൊക്കെ ട്രെയിനിൽ സീറ്റ്സ് അവൈലബിൾ ആയിട്ടുണ്ട്, എന്തൊക്കെയാണ്. ഇപ്പം നമുക്ക് ആദ്യത്തെ 2 ട്രെയിനിൽ സീറ്റ് അവൈലബിലിറ്റി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞുള്ള 2 ട്രെയിനിൽ വെയിറ്റിംഗ് ലിസ്റ്റ് കാണിക്കുന്നുണ്ട്. AC, തേർഡ് AC, സെക്കൻഡ് AC, ഫസ്റ്റ് AC, സ്ലീപ്പർ, അതെല്ലാം കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് ജനറൽ ടിക്കറ്റ് അവൈലബിൾ അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ലീപ്പറും സെക്കൻഡ് ACയും ഫസ്റ്റ് ACയും തേർഡ് ACയും ഒക്കെയാണ് നമുക്ക് ഇതിനകത്ത് ബുക്ക് ചെയ്യാൻ പറ്റുന്നത്. ജനറൽ ടിക്കറ്റ് വേറെ ആപ്പ് വഴിയാണ് നമുക്ക് ബുക്ക് ചെയ്യാം. ഇപ്പം ആപ്പ് വഴിയും ബുക്ക് ചെയ്യാം, സ്റ്റേഷനിൽ പോയിട്ടും ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നോക്കുകയാണെങ്കിൽ AVL എന്ന് പറയുന്നത് അവൈലബിൾ ആണ്, WL എന്ന് പറയുന്നത് വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രെയിനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്ലീപ്പറിന് 206 ടിക്കറ്റ് അവൈലബിലിറ്റി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ തേർഡ് ACക്ക് ആണെങ്കിൽ 25 ടിക്കറ്റ് അവൈലബിലിറ്റി കാണിക്കുന്നുണ്ട്. അതിനർത്ഥം നമുക്ക് അത്രയും സീറ്റ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് സീറ്റ് കൺഫേം ആയിട്ട് കിട്ടും. ഇനി നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിന്റെ കേസ് എടുത്ത് നോക്കാം. നമ്മുടെ ഈ ട്രെയിൻ നോക്കുമ്പോൾ ഇത് ആക്ച്വലി ബാംഗ്ലൂർ എക്സ്പ്രസ് ആണ്. ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ട്രെയിൻ നമ്പറും പിന്നെ കേപ്പ് CBC എക്സ്പ്രസ് എന്നാണ് കൊടുക്കുന്നത്. ആക്ച്വലി ഇത് കന്യാകുമാരി എക്സ്പ്രസ് ആണ്. ഇതിനെ ഇപ്പം നമുക്ക് ഇതുപോലെ ഡൗട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ട്രെയിനിന്റെ പേരും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ട്രെയിൻ നമ്പർ എടുത്ത് നമ്മൾ വേർ ഈസ് മൈ ട്രെയിൻ എന്ന് പറയുന്ന ആപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൻ്റെ നെയിമും അത് ഏതൊക്കെ സ്റ്റേഷൻസിലൂടെ ആണ് പോകുന്നതെന്നൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് അതിനകത്ത് കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് സ്ലീപ്പറിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ നോക്കുമ്പോൾ 11 വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് കാണിക്കുന്നത്. അതിൽ നമ്മൾ ബുക്ക് എന്നുള്ളതിൽ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും 380 rupees എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ബുക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യും.
അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പേജാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ട്രെയിൻ നമ്പർ, ട്രെയിനിൻ്റെ പേരിൻ്റെ ഷോർട്ട് ഫോംസ്, പിന്നെ ജനറലാണോ സ്ലീപ്പറാണോ ബുക്ക് ചെയ്യുന്നത്, അത് ഏതാണ് ഡേറ്റ് എന്നൊക്കെ കാണിക്കും. അതിനുശേഷം താഴെ കറണ്ട് അവൈലബിലിറ്റി കാണിക്കുന്നുണ്ട്. അതിൽ PQWL 16, വെയിറ്റിംഗ് ലിസ്റ്റ് 11 കാണിക്കുന്നത്. ആക്ച്വലി വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ ഒരു 4 സെക്ഷൻ ഉണ്ട്. ഈ PQWL 16 ബൈ വെയിറ്റിംഗ് ലിസ്റ്റ് 11 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് 16 ആയിരുന്നു, ഇപ്പം കുറഞ്ഞിട്ട് 11 ആയിട്ടുണ്ട്. അതാണ് അങ്ങനെ കാണിക്കുന്നത്. ഈ വെയിറ്റിംഗ് ലിസ്റ്റ് തന്നെ 3 സെക്ഷനായിട്ടാണ് മാറുന്നത്. ഒന്ന് ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റ്, GNWL, പിന്നെ RLWL, പിന്നെ PQWL. ഈ PQWL എന്ന് പറഞ്ഞാൽ GNWLും RLWLും ആയിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റുകാർക്ക് ടിക്കറ്റ് കിട്ടിയതിന് ശേഷം പിന്നെ സീറ്റ്സ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് PQWL ആയിട്ടുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ആയിട്ടുള്ള ടിക്കറ്റിന് സീറ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ PQWL ആണെങ്കിൽ മാക്സിമം ടിക്കറ്റ് ബുക്ക് ചെയ്യാതിരിക്കുക, കാരണം സീറ്റ് കിട്ടാനായിട്ട് ചാൻസ് വളരെ കുറവാണ്. ഒരു പറയാൻ 10% മാത്രമേ ഉണ്ടാവുള്ളൂ. 10% തന്നെ കഷ്ടിച്ചാണ് നമുക്ക് ടിക്കറ്റ് കൺഫേം ആകുന്നത്. അതേപോലെ തന്നെ നല്ല തിരക്കുള്ള റൂട്ടും അതേപോലെ തിരക്കുള്ള ടൈമും ആണെങ്കിൽ നിയർ ടു ഇമ്പോസിബിൾ ആണ് PQWL ടിക്കറ്റ് കൺഫേം ആവാനായിട്ടുള്ള ചാൻസ്. പിന്നെ വരുന്നത് RLWLും പിന്നെ GNWLും ആണ്. GNWL ഒരു 90% കൺഫേം ആവാൻ ചാൻസ് ഉള്ള വെയിറ്റിംഗ് ലിസ്റ്റ് ആണ് വരുന്നത്. അതേപോലെ RLWL ഒരു 50% വരെയൊക്കെ ടിക്കറ്റ് കൺഫേം ആവാൻ ചാൻസ് വരുന്നുണ്ട്. അടുത്തത് നമ്മുടെ IRCTC അക്കൗണ്ടാണ് കൊടുത്തേക്കുന്നത്. അത് നമ്മുടെ ID ഏതാണോ അതാണ് താഴെ വരുന്നത്. അതുപോലെ IRCTC ID എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ IRCTC അക്കൗണ്ടിൽ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറും മെയിൽ IDയും കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ ബോർഡിംഗ് സ്റ്റേഷൻ ആണ്. നമ്മൾ ആദ്യം കൊടുത്തത് എറണാകുളം ജംഗ്ഷൻ ആണ്, പക്ഷെ ഇതിൽ കാണിക്കുന്നത് തൃപ്പൂണിത്തറയാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ട്രെയിനിന് എറണാകുളം ജംഗ്ഷനിൽ സ്റ്റോപ്പ് വരുന്നില്ല. അതുകൊണ്ട് അതിന്റെ നിയർ ബൈ സ്റ്റേഷൻ ഒന്നെങ്കിൽ എറണാകുളം ടൗൺ അല്ലെങ്കിൽ തൃപ്പൂണിത്തറയിൽ നമുക്ക് കയറാൻ പറ്റുന്നതാണ്. അതിന്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ചേഞ്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കിനി തൃപ്പൂണിത്തറയെന്നല്ല എറണാകുളം ടൗണിൽ നിന്നാണ് കയറണമെങ്കിൽ അവിടെ ചെന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്, നമുക്ക് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് തന്നെയാണോ ട്രെയിൻ വരുന്നത്, അതോ നമ്മൾ ബുക്ക് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റേഷൻ ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം വരുന്നത് നമ്മുടെ പാസഞ്ചർ ഡീറ്റെയിൽസ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പുതിയ പാസഞ്ചർ ആഡ് ചെയ്യാനും പറ്റും. ഇപ്പം നമ്മൾ പുതുതായിട്ട് ഇപ്പം ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വേറൊരു പാസഞ്ചറിനെ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പാസഞ്ചറിൽ ചെന്ന് ക്ലിക്ക് ചെയ്യുക. ചെയ്തതിന് ശേഷം ഗവൺമെന്റ് IDയിൽ എങ്ങനെയാണോ നമ്മുടെ പേര് കൊടുത്തേക്കുന്നത് ആ രീതിയിൽ പേര് കൊടുക്കുക. ജെൻഡർ ഏതാന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ബർത്ത് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പേഴ്സണലി എനിക്ക് സൈഡ് ലോവർ ബർത്ത് ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടവും വീഡിയോ എടുക്കാനും കുറച്ച് കംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ സൈഡ് ലോവർ ആണ് മോസ്റ്റ്ലി കൊടുക്കുന്നത്. അതേപോലെ തന്നെ പിന്നീട് നമുക്ക് എന്തെങ്കിലും ഒരു ചേഞ്ചസ് ഇതിൽ വരുത്തണം എന്നുണ്ടെങ്കിൽ ഈ പാസഞ്ചറിനകത്ത് പോയി കഴിഞ്ഞാൽ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. കോൺടാക്ട് നമ്പർ കൊടുക്കുക, മെയിൽ ID കൊടുക്കുക. എന്തെങ്കിലും GST കാര്യങ്ങളോ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടാണ് കാണിക്കുന്നത്. നമുക്കതില്ലാത്തതുകൊണ്ട് നമ്മളത് ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മുടെ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് കൺഫേം അല്ല യാത്ര, അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ക്യാൻസൽ ആകേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉള്ളതോടെ കൂടിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ ഇട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കാരണം നമ്മൾ വിത്തൗട്ട് ക്യാൻസലേഷൻ ആണ് ഇടുന്നെങ്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടില്ല. വളരെ ചെറിയ എമൗണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് റീഫണ്ട് കയറുള്ളൂ. അതേസമയം നമ്മൾ ഫുൾ ക്യാൻസലേഷൻ ഇട്ട് കഴിഞ്ഞ് അതൊരു 189 rupees വരും. ചില ട്രെയിൻസിന് ചേഞ്ചസ് വരും, എല്ലാ ട്രെയിൻസിനും ഒരേ എമൗണ്ട് ആയിരിക്കത്തില്ല. അപ്പോൾ ഇതിനിപ്പം 189 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് 189 rupees എക്സ്ട്രാ ആഡ് ചെയ്ത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 189 പോയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് നമ്മുടെ ടിക്കറ്റ് ചാർജ് ഫുള്ള് കിട്ടുന്നതായിരിക്കും. നമുക്കിവിടെ PQWL ആയതുകൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് ഈ ഒരു ട്രെയിനിന് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നില്ല. വേറൊരു ട്രെയിൻ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ. നമ്മൾ നേരത്തെ ഡീറ്റെയിൽസ് എല്ലാം സേവ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ടു പേ കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടിക്കറ്റിന്റെ സമ്മറി വരുന്നതായിരിക്കും. ആ ഒരു പേജിൽ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഉൾപ്പെട്ടൊരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ റീചെക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ബോർഡിംഗ് സ്റ്റേഷനും ഡേറ്റും ടൈമും എല്ലാം കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജിൽ ടിക്കറ്റിന്റെ ഫുൾ ബ്രേക്ക് ഡൗൺ ചാർജസ് കാണാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഫുൾ എമൗണ്ട് ടിക്കറ്റിൽ വന്നേക്കുന്നത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഏജന്റ് സർവീസസോ കാര്യങ്ങളോ ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഫുള്ള് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നതാണ്. അതിനുശേഷം അവിടെ ഏതെങ്കിലും ഒരു പേയ്മെന്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് പേയ്മെന്റ് എല്ലാം ചെയ്തതിന് ശേഷം അപ്പൊ തന്നെ നമ്മുടെ IRCTCയുടെ വിൻഡോ പേജ് ഓപ്പൺ ആയിട്ട് വരും.
അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂസർ ഐ ഡി ഓൾറെഡി അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ പാസ്വേഡും അതേപോലെ ക്യാപ്ചയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ പാസ്വേഡും ക്യാപ്ചയും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് താഴെ സബ്മിറ്റ് കൊടുക്കാവുന്നതാണ്. സബ്മിറ്റിന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടിക്കറ്റ് ബുക്ക് ആവുന്നതാണ്. ഈ വരുന്ന പേജിൽ നമ്മുടെ ബുക്കിംഗ് ഐ ഡി, ടിക്കറ്റ് ഡൗൺലോഡ്, അങ്ങനെ എല്ലാ ഓപ്ഷനും വരുന്നതാണ്. ഏത് ട്രെയിനാണ് ബുക്ക് ചെയ്തേക്കുന്നത്, ടൈം, ഡീറ്റെയിൽസ്, പാസഞ്ചർ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇതിനകത്ത് വരും. ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ടിക്കറ്റും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവർക്കും ഏകദേശം ടിക്കറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്തതെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് കമന്റ് സെക്ഷനിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് ടാറ്റാ.